മുകളിലേക്ക് നമുക്ക് പോകാനുണ്ട് ഈ സംഭവം. അങ്ങനെ കൊളോസിയം കണ്ട് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണാൻ പറ്റും. പണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തില് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള തൂണുകൾ ഇന്നും അവരൊരു മോണ്യൂമെന്റ് ആയിട്ട് അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ പിയാസ വെനീസിയ നമുക്ക് കാണാൻ പറ്റും. ഇറ്റലിയുടെ ആദ്യ രാജാവായ വിക്ടോറിയ ഇമ്മാനുവൽ രണ്ടാമന്റെ മോണ്യൂമെന്റ് നമുക്ക് ഇവിടെ കാണാം. രാജാവിന് ജനങ്ങളോട് അഭിസംബോധന ചെയ്യാൻ ഈ സ്ഥലത്തെയാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഏതൊരു മോശം കാലാവസ്ഥയിലും ഈ രണ്ട് ഭടന്മാര് ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ദ ഡോർ ഓഫ് ലിബർട്ടി എന്ന് പറയപ്പെടുന്നത്. അതിന്റെയും മുകളിലേക്ക് പനോരമിക് വ്യൂ കാണണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. റോമിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. എണ്ണിയാ തീരാത്ത അത്രയും ടൂറിസ്റ്റുകൾ ദിവസവും ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഭംഗിയുള്ള ഈ കാഴ്ചകളും ചുമരിലെ ചിത്രങ്ങളും കണ്ടതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് താഴേക്കാണ്. താഴെ മ്യൂസിയത്തില് പണ്ട് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും തോക്കുകളും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയണം, അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ വരെ വളരെ മനോഹരമായിട്ടാണ് ഇവര് സൂക്ഷിച്ചിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൺട്രപ്രണർ ആയിട്ടുള്ള മാർക്കോണി ആരാന്ന് മനസ്സിലായോ? നമ്മുടെ റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി. പുള്ളിയുടെ വേറെയും പല കണ്ടുപിടുത്തങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ കോണിലും റോമിന്റെ ഭംഗി നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം കാണാൻ പോവാം. ബാക്കി അടുത്ത വീഡിയോയില്.